പോക്കോയുടെ പോക്കോ M3 എന്ന ഫോൺ ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M3 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ M3ൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഇപ്പോഴും HD റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90.34% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ വലിയൊരു ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഉള്ളിൽ പോക്കോയുടെ ലോഗോയും വരുന്നുണ്ട്. OnePlus 80 എന്ന ഫോണിൻ്റെ സൈബർ പങ്ക് എഡിഷനിൽ കണ്ടിട്ടുള്ള അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പവർ ബ്ലാക്ക്, കൂൾ ബ്ലൂ, പിന്നെ പോക്കോ യെല്ലോ. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 198 ഗ്രാമാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും 198 ഗ്രാമേ ഉള്ളൂ എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.6 mm ആണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ അഡ്രീനോ 610 എന്ന GPU ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4 GB റാം ആണ് വരുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. ഒരു വെർഷനിൽ 64 GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. 2 വെർഷൻസിലും LPDDR4Xൻ്റെ റാം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 64 GB ഇൻറ്റേർണൽ വെർഷനിൽ UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 128 GB ഇൻറ്റേർണൽ വെർഷനിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണാത്തൊരു ഫീച്ചറാണിത്. പിന്നെ ഈ ഫോണിൽ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്ജക്റ്റ് കളറിലായിട്ടും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ സഹായിക്കുന്ന കളർ ഫോക്കസ് എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.05 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ ഫോണിൽ ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ തന്നെ ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. പിന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വയർ ഉപയോഗിച്ച് ഈ ഫോൺ വെച്ച് നമുക്ക് മറ്റു ഫോണുകൾ ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബലിയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് $149 ആണ്. അതായത് ഏകദേശം 11,000 രൂപ. പക്ഷേ ഓഫറിൽ ഈ ഫോൺ ഇപ്പം ഏകദേശം 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്ത്യയിലും ഈ ഫോൺ 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പോക്കോ M3ൽ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഒരു ഫോൺ വരുന്നത്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.